നമസ്തേ. പരീക്ഷാക്കാലം ആവുകയാണ്. അതിനോടൊപ്പം ചൂടും കൂടുകയാണ്. നമ്മുടെ ഉള്ളിലും വെളിയിലും ചൂടാണ്. ടെൻഷൻ പേരൻസിനും അതുപോലെ കുട്ടികൾക്കും. കുട്ടികളെക്കാളേറെ ടെൻഷൻ പേരൻസിനാണ്. എൻ്റെ കുഞ്ഞിന് എല്ലാത്തിനും A1 കിട്ടുമോ, A+ കിട്ടുമോ, ചില പേരൻസ് അവനെല്ലാത്തിനും പാസ്സാകുമോ എന്നൊക്കെയുള്ള ടെൻഷൻ. കുട്ടികൾക്കാണെങ്കിൽ എനിക്ക് എൻ്റെ പേരൻസിൻ്റെ ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുമോ, എനിക്ക് പാസ്സാകാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ അവർക്കും ഉണ്ട്. പേരൻസ് നമ്മൾ ടെൻഷൻ അടിക്കുന്നതിനോടൊപ്പം കുട്ടികളെയും കൂടെ കുറേ ടെൻഷൻ അടിപ്പിക്കും അല്ലേ? അപ്പം ഈ പരീക്ഷാ സമയത്ത് പേരൻസായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവർക്ക് പോഷകപ്രദമായ ആഹാരങ്ങൾ കൊടുക്കുക. അവർ വെള്ളം ധാരാളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കുന്നില്ല, മൊബൈൽ ഫോൺസ് മാറ്റിവെക്കുക. ഇടയ്ക്ക് അവർ പഠിക്കുകയാണോ എന്ന് ചെക്ക് ചെയ്യുക. ചില കുട്ടികൾക്ക് നമ്മൾ അടുത്തിരിക്കുന്നത് അവർക്കൊരു സമാധാനമാണ്. ചില കുട്ടികൾക്ക് അതൊട്ടും താല്പര്യമില്ല. അവരുടെ ഇത് ഞങ്ങൾ പഠിച്ചോളാം എന്നുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് കയറി അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോവാതിരിക്കുക. അവർ പഠിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അവർ പഠിച്ചോളും. അതൊക്കെ നമ്മൾ ചെയ്യുക. നാമം ജപിക്കുക. നമുക്കും എന്താ പറയണ്ടേ, ടെൻഷൻ വരുമ്പോഴത്തേക്കിന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ കുട്ടികൾ ചെയ്യേണ്ടത്, ഇനിയും പരീക്ഷയുടെ സമയമാണ്, ഇച്ചിരി സീരിയസ് ആയിട്ടിരിക്കുക. സമയം വെറുതെ കളയാതിരിക്കുക. ഒരു ടൈം ടേബിൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. 8 മണിക്കൂർ 9 മണിക്കൂർ ദിവസം പഠിക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് 1 മണിക്കൂർ പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഈ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് പോകാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ പോയാൽ നമുക്കറിയാമല്ലോ, പല പല കാര്യങ്ങൾ കാണും. നമ്മുടെ സമയം പോകുന്നത് നമ്മളറിയില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ക്യാരംസ് കളിക്കുമോ, ക്രിക്കറ്റ് കളിക്കുമോ, കുറച്ച് 10 മിനിറ്റത്തെ ക്രിക്കറ്റാണ് കേട്ടോ, കളിക്കുമോ, എന്തെങ്കിലും ഇഷ്ടമുള്ള ബുക്കുണ്ടെങ്കിൽ ബുക്ക് വായിക്കുമോ, പാട്ട് പാടാൻ ഇഷ്ടമുള്ളൊരു പാട്ട് പാടുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ സമയം ക്രമീകരിച്ച് പഠിക്കുക. ടെൻഷൻ അടിക്കേണ്ടെന്നേ. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്കിത് സാധിക്കും. ഇത്രയും പേര് നല്ല മാർക്കോടെ പാസ്സായി പോകുന്നില്ലേ, അപ്പം പിന്നെ നിങ്ങൾക്ക് എന്താ സാധിക്കുക? എനിക്കിത് സാധിക്കും. പിന്നെ പേരൻസ് പറയണം കുട്ടികളോട്, നീ മാർക്ക് കുറഞ്ഞാലും കൂടിയാലും എന്ത് തന്നെ സംഭവിച്ചാലും നീ ഞങ്ങളുടെ മകനാണ്, അല്ലെ മകളാണ്. അതുകൊണ്ട് എന്ത് വന്നാലും ഞങ്ങളൊപ്പം ഉണ്ട്. നീ നിൻ്റെ ഫുൾ എഫേർട്ട് ഇടുക. റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ ഭഗവാൻ തരും. നമ്മൾ വിശ്വസിക്കുന്നവർ, നമുക്ക് ഒരു ശക്തി ഉണ്ടെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത് അല്ലേ? ഒരു എക്സ്റ്റേണൽ ഒരു ശക്തിയുണ്ട്. അതിൽ ഉറച്ച് വിശ്വസിക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവരും ഈ സമയം മനോഹരമായിട്ട് ഉപയോഗിക്കുക. താങ്ക് യു.